നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കും. ചില ശീലങ്ങളൊക്കെ കൊണ്ടുവരാൻ. ചിലപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ ആരംഭിക്കും. ചിലപ്പോൾ വല്ല കളിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ചില എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വിചാരിക്കുക. ആൻഡ് നമ്മളത് കുറച്ച് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച കഴിയുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്കത് നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് ഭയങ്കരമായിട്ട് പെയിൻ തോന്നൂല്ലേ നമ്മുടെ മനസ്സിന്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ള രൂപത്തിലൊക്കെ. ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ പെയിൻ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ ബ്രെയിനിനകത്താണ് ആക്ച്വലി ഈ പെയിൻ സംഭവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ബ്രെയിൻ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന മാറ്ററിനെ ഡീൽ ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി പോകുന്നതെന്നുമാണ്. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ് അല്ലെങ്കിൽ ശീലം കൊണ്ട് നടക്കാം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണറാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണേഴ്സിനെയും പാഷനേറ്റ് ആയിട്ടുള്ള ലേണേഴ്സിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ചില വീഡിയോസ് ഇവിടെ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം കൺസിസ്റ്റൻസി ഈസ് ദ കീ ഫോർ സക്സസ് എന്നുള്ള കാര്യം. സോ വാട്ട് ഈസ് കൺസിസ്റ്റൻസി ആൻഡ് ഹൗ ടു ഡു ദാറ്റ് തിങ്? ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ഓൺ ദിസ് വീഡിയോ. നമ്മൾ എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി ലോസ് ആയി പോകുന്നതെന്ന് അറിയോ? അത് ലോസ് ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ആക്ച്വലി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഒരു ബേസിക് വയറിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ബേസിക് ബ്രെയിൻ വയറിംഗ് ഈസ് റിലേറ്റഡ് ടു റിവാർഡ്സ്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡുകൾ കിട്ടുമ്പോൾ ആ റിവാർഡുകളെ സ്വീകരിക്കാൻ വന്ന രൂപത്തിലും അല്ലെങ്കിൽ അതിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന തരത്തിലുമാണ് ബ്രെയിനിന്റെ വയറിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിനിനകത്ത് ഒരു സ്പെസിഫിക് റിവാർഡ് സെന്റർ ഉണ്ട്. അവിടെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി കെമിക്കൽ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് അവിടെ വന്ന് പതിച്ചു കഴിഞ്ഞ സമയത്തേക്ക് നമ്മുടെ ബ്രെയിനിന് നല്ല ഉന്മേഷവും ആവേശവും ഒക്കെ തുടങ്ങും. നമ്മളുടെ അടുത്ത് വളരെ ചെറുപ്പം മുതലേ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ദിവസവും ചെയ്യണം, നെവർ മിസ് എ ഡേ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബേസ് കോർ ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഈ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ചെയ്തു, ഇന്ന് ചെയ്യണം, നാളെയും ചെയ്യണം, മറ്റന്നാളും ചെയ്യണം, അടുത്ത ദിവസവും ചെയ്യണം, ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്നും ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മാത്രം നമ്മുടെ ബ്രെയിനിൽ ഈ ഡോപ്പമിൻ കിട്ടില്ല. റിവാർഡ് സെന്ററിൽ നമ്മുടെ സ്ട്രീക്ക് ബ്രോക്ക് ആവും. സ്ട്രീക്ക് ബ്രോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ റിവാർഡ് സെന്റർ വർക്ക് ചെയ്യാതെ വരുമ്പം നമ്മുടെ ബ്രെയിനിന്റെ ഒരു നാച്ചുറൽ പരിപാടി ഉണ്ട്, റിവാർഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുക എന്നുള്ള ഒരു സാധനം. അന്നേരം നമ്മുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി പോകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് വിത്ത് ദ കൺസിസ്റ്റൻസി. ഇങ്ങനെ ഒരു ദിവസം റിവാർഡ് ബ്രേക്ക് ആവുന്നത് കൊണ്ടോ മറ്റോ ശരിക്കും നമ്മളുടെ എഫേർട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസിനെയോ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്നാ സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ യു കെയിലെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന റിസർച്ച് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. യു സി എല്ലിൽ ഫിലിപ്പ ലെല്ല എന്ന് പറയുന്ന ഒരു റിസർച്ചർ നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട്. എന്താന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഒരു ദിവസം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും എന്നുള്ളതാണ് അവരുടെ പഠനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അബ്സല്യൂട്ട്ലി ഒരു ദിവസം ബ്രേക്ക് ആയാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ഒരു ദിവസമൊക്കെ ബ്രേക്ക് ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ടോട്ടൽ പ്രോഗ്രഷന് ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നുള്ളതാണ് പഠനഫലം. പക്ഷേ നമ്മളുടെ മൈൻഡ്, ആ മൈൻഡിൽ വരുന്ന പെയിൻ, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ചേഞ്ച്, ഇതെല്ലാം വെച്ചിട്ട് നമ്മളുടെ ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഫ്ലോപ്പ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാമെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ആ എവറി ഡേ എന്ന് പറയുന്ന ആ ഒരു മിത്ത് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. പണ്ട് കാലത്തൊക്കെ ആളുകൾ പറഞ്ഞിരുന്ന ഒരു കഥയാണ് എല്ലാ ദിവസവും ചെയ്യലാണ് കൺസിസ്റ്റൻസി. അല്ലെങ്കിൽ ഒരേ പണി ഒരേപോലെ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു വരയിട്ട പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ. അത് ശരിയല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിക്കും അപ്പോൾ എന്താ കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് മാത്രം. സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിസ്റ്റൻസി എന്നാ പറയുക. എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളൊരു കാര്യം ശരിക്കും ഇല്ല. നമ്മൾ എല്ലാ ദിവസവും കൃത്യം നമ്മൾ വിചാരിച്ച അതേ എമൗണ്ടിൽ പെർഫെക്റ്റ് ആക്കുക എന്ന് പറയുന്ന കാര്യം അത് ശരിക്കും ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിക്കാം. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ആ എക്സാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഒരിക്കലും ട്രെയിൻ ചെയ്യുന്നത് ഒരു റോബോട്ടിനെ ഒന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ചുറ്റും ഒരുപാട് സംഭവങ്ങളും ഒക്കെ നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ പല ആൾക്കാർക്കും അസുഖം വരും, നമുക്ക് തന്നെ അസുഖം വരും. നമുക്ക് മാനസികാരോഗ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഇങ്ങനെ സൈൻ വേവ് പോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. എല്ലാ ദിവസവും നമുക്ക് ഹാപ്പിനെസ് ഇല്ല. ചില ദിവസം നമുക്ക് വളരെ സാഡ് ആയിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസം നമുക്ക് വളരെ അടിപൊളിയായിട്ട് നമ്മുടെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, സാഡ് ആയിട്ടിരിക്കുന്ന ദിവസം അത്ര അടിപൊളിയായിട്ട് നമ്മുടെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഇനി നിങ്ങൾ ചില ദിവസങ്ങൾ വളരെ സാഡ് ആവാനും സാധ്യതയുണ്ട്. ഇതൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണോ? അല്ല.
നമ്മളൊക്കെ റോബോട്ടുകളല്ലോ, മനുഷ്യന്മാരല്ലേ, ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർക്കിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വളരെ സാഡായിരുന്ന ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്യാതെ റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. സോ ഇറ്റ്സ് അബൌട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വിചാരങ്ങളെ പറ്റിയിട്ടാണ് നിൽക്കുന്നുണ്ടാവും, നമ്മൾ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് എവറി ഡേ അച്ചീവ് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് നമ്മൾ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിന്റെ റിവാർഡ് സെന്ററിൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന എന്ത് സാധനം വരും, സംഗതി വരുന്നതിനെ നമ്മളിങ്ങനെ കാത്തിരിക്കും. ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ അന്നൊരു ദിവസം നമ്മൾ ഡോപ്പമിൻ വരില്ല. ഡോപ്പമിൻ വരാതാവുമ്പോൾ നമ്മൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവും, നല്ല സങ്കടം വരാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകാനും നിർത്തി പോകാനുള്ള സാധ്യതകൾ കാര്യമായിട്ട് അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഒരിക്കലും റോബോട്ടല്ല. നമ്മളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, ഇതെല്ലാം നമ്മളെ കാര്യമായിട്ട് ബാധിക്കുന്ന സാധനമാണ്. അപ്പോൾ വൺ ഡേ ഒരു സങ്കടം വന്നിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഓക്കെ ആയിട്ടുള്ള കാര്യം. സപ്പോസ് ഇഫ് യു ആർ ഗോയിങ് ടു ജിം, ഒരു ദിവസം നിങ്ങൾക്ക് പനിയായിരുന്നു, നിങ്ങൾ പോയില്ല, ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ഒരു ദിവസം നിങ്ങൾക്കൊരു യാത്ര പോകേണ്ടി വന്നു, നിങ്ങൾ പോയില്ല, ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇനി ഒരു ദിവസം നിങ്ങൾ മടി പിടിച്ചു, നിങ്ങൾ പോയില്ല, ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി മച്ച് പെർഫെക്റ്റ്ലി ഫൈൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓർക്കുക, ഒരു ദിവസം ഡ്രോപ്പ് ആവുന്നത് നമ്മുടെ ടോട്ടൽ എഫേർട്ടിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്തെടുക്കുക? അതിന് 3 പ്രധാനപ്പെട്ട റൂളുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ റൂള് ഒരു 5 മിനിറ്റ് റൂളാണ്. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു ഇറ്റ് ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ് ഇൻ ദ ഇനീഷ്യൽ ടൈം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയാണ്, ഒരുപാട് വലിയ ടാർഗറ്റ് ഒന്നും കൊടുക്കണ്ട. നമ്മൾക്ക് ഒരു ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളിപ്പോൾ ബുക്ക് വായിക്കാത്ത ആളായിരിക്കും, പക്ഷെ നിങ്ങൾക്കറിയാം ബുക്കുകൾ ഒരുപാട് വായിക്കുന്നതും നമുക്ക് ഒരുപാട് നോളജ് തരുന്നതും നമ്മുടെ പെർസ്പെക്റ്റീവ്സിനെ കുറച്ചും കൂടി വൈഡർ ആക്കുകയും ചെയ്യുന്ന സാധനമാണെന്ന് നമുക്കറിയാം. പക്ഷെ വായിക്കാറില്ല. വായനാശീലം തുടങ്ങണം. വായനാശീലം തുടങ്ങുമ്പോൾ നമ്മളൊരു ബുക്കൊക്കെ വാങ്ങും. മിക്കവാറും ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, ഞാനും ചെയ്യാറുണ്ട്. ഏത് ബുക്ക് സ്റ്റാളിൽ പോയാലും ഏതൊരു ബുക്ക് ഫെസ്റ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് വേണ്ട 2-3 ബുക്ക് വാങ്ങി അലമാരയിൽ വെക്കും. പക്ഷെ ഒരിക്കലും നമ്മളത് വായിക്കാൻ മെനക്കെടാറില്ല എന്നുള്ളതാണ്. ഈ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ട്രൈ ടു റീഡ് ഫോർ 5 മിനിറ്റ്സ്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട് 5 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞ സാധനം. ഒരു ദിവസം 5 മിനിറ്റ്സ് വായിച്ചാൽ മതി. 5 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അലാറം വെച്ചിട്ടോ ടൈമർ വെച്ചിട്ടോ വായിച്ചോ. 5 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ യെസ് ഐ ഹാവ് ഡൺ ഫോർ ടുഡേ കൂട്ടി വെക്കുക, അവിടെ വെക്കുക. പിറ്റേ ദിവസം വരുന്ന സമയത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇതാണ് നമ്മുടെ തുടക്കം. നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന വലിയൊരു വിപത്തിനെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ സ്റ്റാർട്ട് വിത്ത് 5 മിനിറ്റ് വാക്ക്. 5 മിനിറ്റ് വാക്ക് ചെയ്യാം, ബ്രിസ്ക് ആയിട്ട് വാക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ എക്സാമിന്റെ സിലബസിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം 5 മിനിറ്റ്സ് പഠിച്ചിട്ട് മാത്രം നമ്മൾ തുടങ്ങാം. സോ ദ ഫസ്റ്റ് റൂൾ ഫോർ യു ഈസ് ലൈക്ക് 5 മിനിറ്റ് റൂൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരുന്നത്, ഒരു ദിവസം മിസ്സാവുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അത് വളരെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എവിഡൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള സാധനമാണ്. വൺ ഡേ ഡ്രോപ്പ് ഈസ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ രണ്ടാമത്തെ ദിവസം ബ്രേക്ക് ആവുന്നത് നമ്മുടെ ബ്രെയിനിന്റെ സ്റ്റിമുലസിനെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസം ചെയ്തപ്പോൾ കുറച്ച് ഡോപ്പമിൻ കിട്ടി, രണ്ടാമത്തെ ദിവസം ചെയ്തപ്പോൾ ഡോപ്പമിൻ കിട്ടി, 3ലും ഡോപ്പമിൻ കിട്ടി, 4 നമ്മൾ ചെയ്തില്ലെങ്കിൽ ഡോപ്പമിന്റെ അളവ് കുറയാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ തൊട്ടടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം കൂടി നമ്മൾ മിസ്സാക്കുമ്പോൾ വല്ലാതെ ഡോപ്പമിൻ കുറയുകയും നമ്മൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു റൂൾ സെറ്റ് ചെയ്യുക, നെവർ മിസ് ട്വൈസ്. 2 പ്രാവശ്യം മിസ്സാവാൻ നോക്കണം. ഇന്നലെ ഞാൻ മിസ്സാക്കി, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ഇന്ന് ചെയ്താൽ മതി. ഫുള്ളായിട്ട് ചെയ്യണ്ട, ഇന്ന് 5 മിനിറ്റ്സ് ചെയ്താൽ മതി. 1 അവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിരുന്ന ആൾ ഒരു ദിവസം വർക്കൗട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഡു ഇറ്റ് ഫോർ ജസ്റ്റ് 5 മിനിറ്റ്സ്. അത് നമ്മളുടെ ബ്രെയിനിന്റെ ഈ റിവാർഡ് സെന്ററിൽ പോയിട്ട് നല്ല ബൂസ്റ്റപ്പ് ചെയ്യും. നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ നിന്ന് നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിലേക്ക് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇതിന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം മിസ്സാക്കിയ സാധനം പിറ്റേ ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഹാബിറ്റ് ഫോർമേഷൻ, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ശീലത്തിനെ മാത്രമല്ല നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക, റെസിലിയൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പവർ ഉണ്ട്. ഈ റെസിലിയൻസ് എന്ന് പറഞ്ഞ സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ കംബാക്ക് എന്നാ പറയാ. നമ്മൾ ഒരു ദിവസം ഒരു സെറ്റ് ബാക്കിൽ നമ്മൾ എന്താ പറയുക, മടുത്തുപോയി നിർത്തിപ്പോയ ഒരു കാര്യം പിറ്റേ ദിവസം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നില്ലേ, ആ തിരിച്ചുവരവ് റെസിലിയൻസിനെ ഈ സാധനം ഭയങ്കര അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യും. സക്സസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻസ് എല്ലാ ദിവസവും ട്രൈ ചെയ്യുന്ന നല്ല റെസിലിയൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കണം. അപ്പോൾ ഒരു ദിവസം മിസ്സായി പോയി എന്നുള്ളത് റെസിലിയൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നു, ഒരു ദിവസം മിസ്സാവുന്നു, പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യു ആർ മോർ റെസിലിയൻ്റ് ഓൺ ദാറ്റ് ഡേ. ആൻഡ് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ഒരു ദിവസം മിസ്സാവുന്നു, പിറ്റേ ദിവസം അത് വീണ്ടും ചെയ്യുന്നു, യു ആർ ബൂസ്റ്റിംഗ് അപ്പ് യുവർ റെസിലിയൻസ് എന്നുള്ള കാര്യമാണ്. സോ കീപ് ദാറ്റ് റൂൾ ഇൻ മൈൻഡ്, നെവർ മിസ് ട്വൈസ്. 2 പ്രാവശ്യം മിസ്സാക്കാതെ നോക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഫോർ ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും റോബോട്ടല്ല.
എന്നുള്ളൊരു കാര്യം ആദ്യമേ പറഞ്ഞു വെക്കാം. നമുക്ക് ഭയങ്കര പെർഫെക്ഷനിൽ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചില സമയത്ത് നമ്മൾ പെർഫെക്ഷൻസ് ലോസ് ആവും എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് നാച്ചുറൽ പ്രോസസ്സായിട്ട് മാത്രം വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഫെയിലിയേഴ്സിനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ മിസ്സാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കുക. പ്ലാൻ ഫോർ ഫെയിലിയേഴ്സ്. അങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഡു നെക്സ്റ്റ് എന്നും പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഒരു ദിവസം മിസ്സായി പോയാൽ പിറ്റേ ദിവസം 5 മിനിറ്റ്സ് ഞാൻ ആ കാര്യം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മുടെ ബ്രെയിൻ ലവ്സ് പ്രെഡിക്റ്റബിലിറ്റി. ഒരു കാര്യം വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് പോണതെങ്കിൽ നമ്മുടെ ബ്രെയിൻ വളരെ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു ദിവസം മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം മിസ്സായി, അപ്പോൾ ബ്രെയിൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല മിസ്സാവും എന്നുള്ള കാര്യം. അപ്പോൾ പ്രെഡിക്റ്റബിൾ ആയിട്ടൊരു കാര്യമാണ് സംഭവിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത്, ഒരു ദിവസം മിസ്സായാലും നെക്സ്റ്റ് ഡേ 5 മിനിറ്റ്സ് ഞാനത് ചെയ്യും എന്നുള്ള കാര്യം. നെക്സ്റ്റ് ഡേ അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിന് ഒരു ഫീൽ കിട്ടും, ഇൻ കൺട്രോൾ എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നുണ്ടാവുക. ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ തിങ്സ്. ഒരു ദിവസം മിസ്സായാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിയാമെന്നുള്ള കാര്യം. സോ ഇങ്ങനെ പ്ലാനിങ് ഫോർ ഫെയിലിയർ is also a very good tool. So just reminding you of 5 minutes rule, just start with 5 minutes every day and continue for many days. Never miss twice. ഫസ്റ്റ് ദിവസം മിസ്സാവുന്നതിൽ ഡോപ്പമിൻ കുറേ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഇത് രണ്ടാമത്തെ ദിവസം കൂടി മിസ്സാവുമ്പോഴത്തേക്കും ഇത് വറ്റി തീർന്ന് വല്ലാത്ത ഡിമോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് നെവർ മിസ് ഫോർ സെക്കൻഡ് ഡേയിൽ നമ്മൾ 5 മിനിറ്റ്സ് എങ്കിലും ചെയ്യുന്നുള്ള കാര്യമാണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം പ്ലാൻ ഫോർ ഫെയിലിയർ എന്നുള്ളതാണ്. എക്സ്പെക്ട് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, വെൻ ഐ വാസ് സ്റ്റാർട്ടിങ് ഡോപ്പ, അത് എൻ്റെ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വിൽ ടോക്ക് ഇൻ ഡോപ്പാസ് ചാനൽ അബൌട്ട് ദാറ്റ്. അവിടെ തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യലി ഒക്കെ ഇരുന്ന് ഞാൻ ഈ കരിക്കുലം ബിൽഡ് ചെയ്യും. അതായത് ടോട്ടൽ ബയോളജിയുടെ, ഫിസിക്സിൻ്റെ, കെമിസ്ട്രീൻ്റെ ഒക്കെ കരിക്കുലം എഴുതും. അപ്പോൾ എനിക്കതൊരു വലിയ വർക്കായിരുന്നു. ഒരു 3 മാസം 4 മാസം ഇരുന്ന് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഐ ജസ്റ്റ് റോട്ട് 1 പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്, വല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ. പക്ഷേ ആ ഒരു പാരഗ്രാഫ് ഞാൻ എഴുതി വെച്ചത് ഓവർ 3 മന്ത്സിൽ എന്നെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡൂയിങ് ഇറ്റ് പെർഫെക്റ്റ്ലി ഫൈനായിട്ട് ചെയ്യുന്നതിലല്ല, എല്ലാ ദിവസവും എഫേർട്സ് എടുക്കുന്നതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. എവറി ഡേ പെർഫെക്ഷൻ ഇസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻസ്. സക്സസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നത് ഓർത്തിരിക്കുക, നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിസം ഉള്ള ഒരു മനുഷ്യന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ബട്ട് വി ഹാവ് ടു ബി മോർ അഡാപ്റ്റബിൾ. ഓരോ ദിവസവും വരുന്ന ഫ്ലക്ച്വേഷൻസിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി പോകുക എന്നുള്ളതാണ്. ആൻഡ് സക്സസ് എന്ന് പറയുന്ന സാധനം ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും വരിക. എസ്പെഷ്യലി നമ്മൾ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള റെസിലിയൻസ് ആൻഡ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം ഒരു വലിയ മിത്താണ്. എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യാന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. എല്ലാ ദിവസവും നല്ല റെസിലിയൻ്റ് ആയിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്ന തരത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എഫേർട്സ് എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആയിട്ട് തീരുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും ഭയങ്കര തിരക്കാണ്, എനിക്ക് വേറെ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ചാനൽ. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന, പാഷനേറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന, പ്രൊഡക്ടിവിറ്റിയിൽ വിശ്വസിക്കുന്ന അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. സപ്പോസ് ഇഫ് യു ആർ സംബഡി ലൈക്ക് ദാറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിലേക്ക് ഇട്ടോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പറയാം. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.